ഇവർ വൈദ്യരായൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അജയ് പറയുന്നുണ്ട്, നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ മകളെ കിട്ടാൻ എനിക്ക് താല്പര്യമില്ലെന്ന്, പിന്നെ എന്തിനാ എന്റെ ബേക്കിംഗ് നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മുത്തശ്ശി തീരുമാനിച്ചതാ, ഇത് തന്നെ നടക്കും, നീ അത് അനുസരിച്ച് തന്നെ ചെയ്യും എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ കല്യാണം കഴിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത് ആരെ കല്യാണം കഴിക്കണമെന്ന്. അതുകൊണ്ട് എന്നെ ഇനി കൂടുതൽ വർത്തനം പറയാനോ ഭരിക്കാനോ ഇങ്ങോട്ട് ആരും വരണ്ട എന്നൊക്കെ പറയണം. അത് നിങ്ങളുടെ മകളെടുത്ത് ഒന്ന് പറഞ്ഞേക്കണം എന്ന് പറയുന്നുണ്ട്. നിന്റെ സ്വഭാവത്തിൽ എന്തോ ഇപ്പൊ ഒരു മാറ്റം, ഭൂമിയാണോ അതോ നീ സ്നേഹിക്കുന്ന വേറൊരുത്തി എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഫോട്ടോയിൽ ഇരുന്ന് അവളെയാണോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് മുറിയിലോട്ട് ഓടിപ്പോകുന്നുണ്ട്. അഞ്ജന മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് കണ്ടിട്ട് അജയ് വിജയിച്ചു എന്തിനെങ്കിലും വന്നിട്ട് പോയതായിരിക്കുന്നു. ഉടനെ തന്നെ ആ റൂമിലേക്ക് പോയി നോക്കിയപ്പോഴത്തേക്കും ആ കുട്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഫോട്ടോ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജനടുത്ത് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എൻ്റെ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ഫോട്ടോ എവിടെയാന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതെന്തിനാ നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ എൻ്റെ ഫോട്ടോ തരാം, നീ അവിടെ കൊണ്ട് വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അത് നീയാണോ തീരുമാനിക്കുന്നത്? എൻ്റെ റൂമിലെ ആരുടെ ഫോട്ടോ ഇരിക്കുന്നത് ഞാനാ തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഇപ്പൊ തന്നെ കൊണ്ടുവെക്കണമെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ കൊണ്ടുവെക്കില്ല, അത് കിടക്കേണ്ട സ്ഥാനത്ത് കിടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചവറ്റുകുട്ടയിൽ ഇവിടെയാണ് അവരുടെ സ്ഥാനം, അല്ലാതെ ഈ വീട്ടിനകത്തല്ല. അത് നീ വരാനും നീ നോക്കുകയും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മയെടുത്ത് മകളെടുത്ത് എന്നെ ഇനി ശല്യം ചെയ്യരുതെന്ന്, ഇനി മേലാല് എൻ്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഉടൻ തന്നെ അജയ് ഒരു അടി കൊടുക്കുന്നുണ്ട് അഞ്ജനയ്ക്ക്. ആ സമയത്ത് ഭവാനി വന്നിട്ട് പിടിച്ചു മാറ്റി അവളെ കൊണ്ടുപോയിട്ട് പറയുക, ഈ വീട്ടില് നിനക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ഇവരുടെ അടുത്ത് എന്താ സംസാരിക്കേണ്ടത്? ഇനി നീ ഇവൻ്റെ അടുത്ത് മിണ്ടിപ്പോകരുത്, നിനക്ക് തീരുമാനിക്കേണ്ടിയിരിക്കുന്നുണ്ട് ഈ കല്യാണം നടത്തണോ വേണ്ടയോ എന്ന്. ആ സമയത്ത് അഞ്ജന കൈയും പിടിച്ച് തട്ടി മാറ്റിയിട്ട് പറയുക, ഞാൻ അജയ് അല്ലാതെ വേറെ ആരെയും ഞാൻ കല്യാണം കഴിക്കില്ല. എല്ലാവരും എൻ്റെ മനസ്സിൽ അന്നേ മുതൽ പറഞ്ഞേൽപ്പിച്ചതാ അജയ് എനിക്കുള്ളതാണെന്ന്. പിന്നെ ഒരു മാറ്റം ആ ഒരിക്കലും നടക്കില്ല. അവൻ ആരെ സ്നേഹിച്ചിരുന്നാലും അത് ഞാൻ നടത്താൻ സമ്മതിക്കില്ല, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ തീരുമാനിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അജയ് വീണ്ടും. ആ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി കയറി വന്നിട്ട് അതിശയത്തോട് നോക്കുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് അജയുടെ അടുത്ത് വേറൊരാളുടെ അടുത്തും സംസാരിക്കുമ്പോഴത്തേക്ക് ഇത്തിരി ബഹുമാനം വിട്ട് സംസാരിക്കാൻ. നിനക്കിപ്പോൾ ഭവാനിയുടെ അടുത്ത് സംസാരിക്കുമ്പോഴുള്ള ഒരു അകലം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സ്വഭാവം അനുസരിച്ച് പെരുമാറാൻ എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിന്റെ പോലീസ് മുറയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ എന്നൊക്കെ ഭവാനി പറയുന്നുണ്ട്. അത് നിങ്ങൾ എൻ്റെ അടുത്ത് പറയണ്ട, പഠിപ്പിക്കുകയും വേണ്ട. പോലീസ് ആകുമ്പോഴത്തേക്കും ആ രീതിയിലെ കുറ്റവാളികളെ നോക്കുമ്പോഴോ നിങ്ങളെ നോക്കാൻ പറ്റുള്ളൂ എനിക്കെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പറയും, ഞാൻ ഏത് കുറ്റം ചെയ്തിട്ടാണ് നീ എന്നെ പറയുന്നത് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിലെ ഭവാനി അജിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് എനിക്കറിയില്ല, എൻ്റെ അടുത്ത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുറ്റം തന്നെ, അമ്മയും മോളും കൂടെ. അല്ലാതെ എൻ്റെ മുറിയിൽ അതിക്രമിച്ച് കയറി എൻ്റെ റൂമിലെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ ആരാവർക്ക് അവകാശം കൊടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സൗഭാഗ്യ മുത്തശ്ശി പറയുക, എന്തിനാ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി നീ അടി വെക്കുന്നത്? ഞാൻ തീരുമാനിച്ചതാണ് നിങ്ങളെ കല്യാണം, അത് തന്നെ നടക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അഞ്ജനയുടെ കൈയും പിടിച്ച് ഭവാനി ഇറങ്ങി പോകുന്നുണ്ട് റൂമിലോട്ട്. അപ്പോഴത്തേക്കും അജയ് മുത്തശ്ശിയുടെ അടുത്ത് പറയുക, ഇത്രയുമായിട്ട് മുത്തശ്ശി ഇതുവരെ എന്നെ മനസ്സിലാക്കിയിട്ടില്ല ഈ വീട്ടിലെ ആരും തന്നെ. അപ്പോഴത്തേക്കും പറയുക, എന്തായാലും ഞങ്ങളുടെ കുഞ്ഞുനാളിലെ നിങ്ങൾ കല്യാണം ഉറപ്പിച്ചതാ, പിന്നെ എന്താ ഒരു മാറ്റം? അപ്പോഴത്തേക്ക് സത്യനാഥ് പറയുക, എൻ്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമായിരുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ടേനെ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നിന്നും പോയല്ലോ കാര്യം എന്ന് അജയ് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് അവളെ മറക്കാൻ പറ്റില്ല. ആ കുട്ടിയുടെ ഫോട്ടോ അഞ്ചിനെടുത്ത് ഇപ്പോൾ ഈ ചവറ്റുകുട്ടയിൽ എറിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. നീയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു വാക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇപ്പം ആര് സ്നേഹിച്ചാലും എനിക്കത് അറിയേണ്ട കാര്യമില്ല, ഞാൻ അഞ്ജനയ്ക്ക് കൊടുത്ത വാക്ക ഇത് തന്നെ നടക്കും എന്ന് സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്. ആ സമയത്ത് ഉടനെ തന്നെ ഫോൺ വരുന്നുണ്ട്. സൗഭാഗ്യ മുത്തശ്ശിക്ക് വിളിക്കുന്ന ഭൂമിയാണ്. ഭൂമി വിളിച്ച് പറയുക, ഞാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ അന്വേഷിച്ചു, കുറേ കാര്യങ്ങൾ കണ്ടെത്തി, പക്ഷേ ഇനിയും കണ്ടെത്താനുണ്ട്. അച്ഛനെ കൊന്ന ആളെ ഞാൻ തൊട്ടടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് ആരാന്ന് മോക്കറിയാവോ? അതെ എനിക്കറിയാം, എൻ്റെ കയ്യെത്തും ദൂരത്തുണ്ട്, പക്ഷേ ഞാൻ അതൊരിക്കലും പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ലെറ്റർ എൻ്റെ അച്ഛൻ എഴുതിയത്, അതിനു വേണ്ടിയ എല്ലാവരും ഇങ്ങനെ നടന്നത്. പക്ഷേ ആ ലെറ്റർ ഒരിക്കലും അവരുടെ കയ്യിൽ കിട്ടാൻ പാടില്ല, അത് കിട്ടാത്ത രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാ ഞാൻ കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട്.
എൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന ആൾക്കാരാ ഓരോ വീടുകളുള്ളത്. അതുപോലെ അവിടെയുണ്ട് ഒരാളെന്നൊക്കെ പറയുന്നുണ്ട്. ആരെയാ നീ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ഞാനെല്ലാം വന്നിട്ട് പറയാം മുത്തശ്ശിയുടെ അടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അഞ്ജനയാണെങ്കിൽ പറയുന്നുണ്ട് ഭവാനിയുടെ അടുത്ത്, അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കേട്ടില്ലേ, അജയ്ക്ക് ഒരു മാറ്റവുമില്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് വെറുപ്പാവന്, ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് അമ്മയടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഭവാനി പറയുക, നീയാണെങ്കിൽ എടുത്തുചാട്ടം കാണിച്ച് ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ ബഹളമാണ് ഈ വീട്ടിൽ നടക്കുന്നത്, നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കുക, ഞാനാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും അടുത്ത് പോയി നോക്കി, ആര് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അജയും അവൻ്റെ പെങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയണോ, എങ്ങനെയും ഈ കല്യാണം മുടക്കിത്തരാമെന്ന് അവള് ചോദിക്കുക. അപ്പോഴത്തേക്കും അജയ് പറയുക, അങ്ങനെയെങ്കിലും നല്ല കാര്യമെന്ന്. അത് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് അവർ കണ്ടില്ല, പക്ഷെ ആ നിമിഷം ഞാൻ ആഗ്രഹിച്ചു അവൻ്റെ റൂമിൽ പോയിട്ട് ആ സ്നേഹിക്കുന്ന കുട്ടിയുടെ ഫോട്ടോ എടുക്കുക, അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എടുത്തത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പൊ കിട്ടേണ്ടത് കിട്ടിയല്ലോ, നീയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞത് അനുസരിച്ച് കല്യാണം നടത്തുമെന്ന് പറഞ്ഞു, പിന്നെ നീ കൂടുതൽ സംസാരിക്കണമെന്ന് പോകണ്ട, ഇനി അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ അജയ് വിട്ടുകൊടുക്കില്ല ആർക്കും, അത് ഭൂമിയായിരുന്നാലും ശരി ആരായിരുന്നാലും ശരിയെന്ന് പറയുന്നുണ്ട്. ഭൂമി ഇതിൽ മൊത്തത്തിലൊരു വില്ലത്തി തന്നെയാ, എന്തായാലും അവളെ നശിപ്പിച്ച് കളയുക ഈ ഭൂമിയിൽ നിന്ന് തന്നെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് കമാൽ ഫോൺ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറയുക, എൻ്റെ തൊട്ടടുത്തെത്തി അവളെ ഞാൻ കൊന്നു കളയട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കൊന്നു കളഞ്ഞേക്കുന്നി, ഞാൻ എന്ത് വരുന്നാലും ഞാൻ ഏറ്റിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുള്ള കാര്യങ്ങളായിട്ട് ഇപ്പം കാണുന്നത് അവൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞ അന്ന് മുതല. അതുകൊണ്ട് അവളെ നശിപ്പിക്കുക, അത് തന്നെ ചെയ്യേണ്ടത്. ആ ലെറ്റർ വാങ്ങിച്ചിട്ട് അവളെ അങ്ങ് കൊന്നു കളഞ്ഞേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. കമാൽ ആ സമയത്ത് വിളിച്ചത് കേട്ടിട്ട് അഞ്ജന ചോദിക്കുക, ആരാ വിളിച്ചതെന്ന്. അത് ഭൂമിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. അവളെ കണ്ടെത്തിയിട്ടുണ്ട്. അവളെ ഏത് നിമിഷവും ഞാൻ എങ്ങനെ വേണമെങ്കിലും എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ അവളെ കൊന്നുകളയും, അത്രയ്ക്ക് ദേഷ്യമായി എനിക്ക് അവളുടെ അടുത്തുള്ളതെന്ന് പറയുന്നുണ്ട്. അഞ്ജന ആ സമയത്ത് ചോദിക്കുക, ഭൂമിക്കയോട് അമ്മയ്ക്ക് എന്തിനാ ഇത്രയും ഒരു വൈരാഗ്യം തോന്നാൻ കാര്യം? അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ കുടുംബത്തിൽ അവൾ വന്നു കയറിയാൽ ഏറ്റവും ഭവിഷ്യത്ത് നമുക്ക് തന്നെയാ. അതുകൊണ്ട് ഇവിടെ എത്തും മുമ്പേ തന്നെ അവളെ കൊന്നു കളയുക, അത് എൻ്റെ തീരുമാനം. അത് പക്ഷേ കുറേ കടമ്പകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുത്തശ്ശിയുടെ ചോദിക്കുന്നുണ്ട്, അച്ഛേ ഭൂമിയാണോ വിളിച്ചത്? ഞാൻ വിളിച്ചവൻ കിട്ടിയില്ല, അവള് ഈ കേസിന്റെ ബേക്കിൽ നടക്കുക, പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങളെല്ലാം അവൾ ഒറ്റയ്ക്ക് നടന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് നടക്കുക. ഏതുവരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നിന്റെ പോലീസ് ബുദ്ധിയൊന്നും അവിടെ പോകില്ല. അവളാണെങ്കിൽ അടുത്തെത്തി കഴിഞ്ഞാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ ബുദ്ധിയുള്ള കുട്ടിയാ, നല്ല കുട്ടിയാ. അവൾ അതുപോലെ അവളെ കഴിവനുസരിച്ച് അവളെ കണ്ടെത്തുകയും ചെയ്യും, എനിക്കത് ഉറപ്പാ എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അജയ് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് അവളെ അല്ലെങ്കിലും വലിയ കാര്യമാണ്, മുത്തശ്ശിക്ക് അവളെ കാര്യം പറയുമ്പോൾ 100 നാവാണല്ലോ. തന്നെയാ എനിക്ക് അങ്ങനെ തന്നെ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒറ്റയ്ക്കല്ലേ അവൾ താമസിക്കുന്നേ, അവളമ്മ ജയിലെന്ന് വന്നിട്ട് അവളെ പറഞ്ഞയക്കുക, ഞാനത് അവളുടെ അടുത്ത് പറയാനിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മുത്തശ്ശിയുടെ തീരുമാനം അങ്ങനെ ആവട്ടെ എന്നൊക്കെ അജയ് പറയുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അജയുടെ അടുത്ത്, നിനക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം അവളുടെ അടുത്ത് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ഇഷ്ടമുണ്ട്, നല്ലൊരു മുത്തശ്ശി ഇഷ്ടപ്പെടുന്ന എങ്ങനെയോ അതുപോലെ, അല്ലാതെ ഞാൻ മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞല്ലോ ഞാനൊരു കുട്ടിയെ സ്നേഹിക്കുകയാണെന്ന്, അവൾ എന്നെയും തിരിച്ച് ജീവനായിട്ട് സ്നേഹിക്കുക, ഞങ്ങൾക്ക് ഒരിക്കലും വേർപിരിയാൻ കഴിയില്ല എന്ന് മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്. സത്യനാഥ് ചോദിക്കുന്നുണ്ട്, നീയാണെങ്കിൽ എന്തായാലും ഇത്രത്തോളം ആയില്ലേ, ഇനിയാണെങ്കിലും ആ കുട്ടിയെ മറന്നേക്ക്, മുത്തശ്ശി തീരുമാനിച്ചത് അത് എന്നെ നടത്താൻ നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാനത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പോകുന്നില്ല, അവളെ എനിക്ക് ഇഷ്ടമില്ല എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭൂമിയാണെങ്കിൽ വരുന്നുണ്ട്, അകത്തോട്ട് കയറി വരുന്നത് കണ്ടിട്ട് അജയ് പറയുക, ഇത് ആരാ വരുന്നതെന്ന് നോക്കിക്കേ, ഈ സമയത്ത് ഇതിങ്ങനെ വരുവാനോ, ഇതെന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ബാഗ് കൂടെ ഉണ്ട് കയ്യിൽ. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങോട്ട് നീ വന്നതിൻ്റെ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനിനി എങ്ങോട്ടാണ് പോവേണ്ടത്, ഇത് എൻ്റെ വീട് തന്നെയാണ്, നിൻ്റെ വീടോ, ഇതെങ്ങനെ നിൻ്റെ വീടെത്തും എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശി. ആ സമയത്ത് മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഭവാനി ഞെട്ടി നിൽക്കുകയാണ്, അവളെങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും പറയുക, എന്തായാലും ഞാനാണെങ്കിൽ
മനസ്സിലാകില്ല എന്നെ അല്ലേ നിങ്ങൾക്ക്? എൻ്റെ ഈ കഴുത്തിലെ മറുക് ഇത് ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ എൻ്റെ ഈ കഴുത്തിലെ മാല ഇത് നിങ്ങൾക്കറിയാവോ? നിങ്ങളെ കുടുംബത്തിൻ്റെ ഓരോ അടയാളമെന്ന് കരുതുന്ന നിങ്ങളെ ഈ മാല ഇത് എൻ്റെയാ. എൻ്റെ അച്ഛനാണെങ്കിൽ എന്നെ നിന്ന് ഒളിപ്പിച്ച് വെച്ചതായത്. പക്ഷേ സത്യം എന്നെങ്കിലും തിരിച്ചറിയുമല്ലോ. അത് ഒരു കത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിലെത്തി. ഞാൻ ആ കൊലയാളികളെ കണ്ടെത്തുകയും ചെയ്തു. സൗഭാഗ്യ മുത്തശ്ശി ഇതെല്ലാം കേട്ടുകൊണ്ട് അന്തം വിട്ട് അതുപോലെ അതിശയത്തോടെ തൻ്റെ മകളായിരുന്നു ഇത്രയും നാൾ ഇവിടെ വന്നിരുന്നതും എന്നെ ആകർഷിച്ച കുട്ടി ഇതായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആകർഷിച്ചെങ്കിലും പക്ഷേ അവളുടെ സ്വഭാവത്തിന് കൊടുക്കണം വില എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ കുടുംബത്തിലെ കുട്ടിയായിരുന്നോ എന്ന്. ഓടി വന്ന് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സൗഭാഗ്യ മുത്തശ്ശി. അതുപോലെ തന്നെ സത്യനാഥും എൻ്റെ മകള് കാണാതായ എൻ്റെ മകള് തിരിച്ചു വന്നിരിക്കുന്നു. ഞാനത് ഒരു ഭാഗ്യവനായുള്ള അച്ഛനാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഭൂമി തന്നെ എൻ്റെ മകളായിട്ട് വന്നതിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ അടുത്തുണ്ടായിരുന്നിട്ട് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഭൂമി എല്ലാ കാര്യങ്ങളും അവരടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് സത്യനാഥ് തൻ്റെ മകളെ.